ഇറാനെതിരെ ആണവായുധങ്ങൾ പ്രയോഗിച്ചാൽ പാകിസ്ഥാൻ ഇസ്രായേലിൽ ആണവാക്രമണം നടത്തുമെന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥൻ. എന്നാൽ ഇത് നിഷേധിച്ച് പാകിസ്ഥാൻ പ്രസ്താവന ഇറക്കി. ഇസ്രായേൽ ഇറാനിൽ ആണവ ബോംബ് പ്രയോഗിച്ചാൽ പാകിസ്ഥാനും ഇസ്രായേലിനെ ആണവ ബോംബ് ഉപയോഗിച്ച് ആക്രമിക്കുമെന്നാണ് പാകിസ്ഥാൻ തങ്ങളോട് പറഞ്ഞതായി IRGC കമാൻഡറും ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ അംഗവുമായ ജനറൽ മൊഹ്സൻ റസായി ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനിൽ പറഞ്ഞത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിലായിരുന്നു ഈ പ്രസ്താവന. എന്നിരുന്നാലും പാകിസ്ഥാൻ അത്തരമൊരു പ്രതിജ്ഞാബദ്ധത പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അവകാശവാദം തള്ളി. ആണവ പ്രതികാരത്തെക്കുറിച്ചുള്ള ഏതൊരു വാക്കുപോലും പാകിസ്ഥാൻ നിരസിച്ചെങ്കിലും ഇസ്രായേലുമായുള്ള വിശാലമായ ഏറ്റുമുട്ടലിൽ ഇറാന് തുറന്ന പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ടെഹ്റാൻ ആക്രമണത്തെ തുടർന്ന് ജൂതരാജ്യമായ ഇസ്രായേലിനെതിരെ മുസ്ലിം ഐക്യത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ ഇറാന്റെ പിന്നിൽ നിൽക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. മുസ്ലിം രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെതിരെ ഒന്നിക്കണം, അല്ലെങ്കിൽ ഇറാനും പലസ്തീനും അനുഭവിച്ച അതേ വിധി നേരിടേണ്ടി വരും. ജൂൺ 14 പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ദേശീയ അസംബ്ലിയിൽ പറഞ്ഞതിങ്ങനെയായിരുന്നു: ഇറാൻ, യമൻ, പലസ്തീൻ എന്നീ രാജ്യങ്ങളെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നിച്ചില്ലെങ്കിൽ ഓരോന്നിനും ഒരേ വിധി നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ ബന്ധം വിച്ഛേദിക്കണമെന്ന് ആസിഫ് ആവശ്യപ്പെട്ടു. ഇസ്രായേലിനെതിരെ സംയുക്ത തന്ത്രം രൂപീകരിക്കുന്നതിനായി ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ ഒരു യോഗം വിളിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.